ചങ്ങായിമാരെ, നിങ്ങളെല്ലാം ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞു കാണുമല്ലോ. എറണാകുളത്തെ കാനറ ബാങ്കിലെ ക്യാന്റീനിൽ ബീഫ് നിരോധനം. ഇനി ആ ക്യാന്റീനിൽ ബീഫ് വെക്കാനോ ബീഫ് കഴിക്കാനോ പാടില്ല. ആരാന്നത് പറഞ്ഞെന്നറിയാം? ബീഹാറിന്ന് പുതിയതായി വന്ന ഒരു സംഘി മാനേജർ, ബീഹാറിന്ന് കള്ളപ്പയറ്റും പഠിച്ചു വന്ന കള്ള ബഡുവ ഇറങ്ങിക്കോണം ഇന്ന് തന്നെ കേരളത്തിന്റെ അംഗത്തിട്ട്. ഇനി ഇവിടെ കണ്ടുപോയിക്കൂടെ നിന്ന. ആ സംഘി മാനേജർ വിചാരിച്ച് കേരളം എല്ലാം ബീഹാറിലെ പോലെ ചാണകം തിന്ന സംഘികളാന്ന് മൊത്തം. ആ മരപ്പൊട്ട ഉത്തരേന്ത്യ സംഘിക്ക് അറിയോ കേരളത്തിലെ ചാണക സംഘിയൊക്കെ വരെ ബീഫും പൊറോട്ട ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂലെന്ന്? മലയാളികൾ എന്ത് വേണമെങ്കിൽ സഹിക്കും. നീ രണ്ട് തെറി വിളിച്ചോ, അത് വേണമെങ്കിൽ മലയാളി സഹിക്കും. പക്ഷെ പൊറോട്ടയും ബീഫും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നിന്റെ അന്ത്യമാണ് ചാണകമേ, നിന്റെ അന്ത്യമായിരിക്കും. കേരളത്തിലെ സംഘികൾ ബീഫ് കഴിക്കാൻ പറഞ്ഞത് കോമഡിയായിട്ട് കാണണ്ടാ. നമ്മളെ കണ്ണൂരിലെ നല്ല ബീഫും പൊറോട്ടയും കിട്ടുന്ന തട്ടുകടയുണ്ടല്ല, ആ തട്ടുകടയിൽ ഇവർക്ക് ഇവ പുതിയൊരു കയ്യിൽ കിട്ടുന്നുണ്ടല്ലോ രാഖി, നല്ല തിളങ്ങുന്ന പാതി രാത്രി വരെ ഇവരെ കണ്ടെത്തി അതുപോലെ തിളങ്ങുന്ന രാഖി അവരെ കയ്യിലുള്ള. ആ രാഖി കൊണ്ട് ഇവരെങ്ങനെ കഴിക്കാൻ വരുമെന്നറിയാം? ഫുൾ കൈയാക്കും രാഖി, ഫുൾ കൈൻ്റെ ഉള്ളിലാക്കും, എന്നിട്ട് കഴിക്കും. പക്ഷെ ഈ കഴിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ ഇവരെ രാഖി അങ്ങ് തെളിഞ്ഞ് കാണും. പക്ഷെ ഈ ബീഫ് കഴിക്കുന്ന രസത്തിലുണ്ടല്ല പിന്നെ ഇവരെല്ലാം മറക്കും. അതിപ്പോ സംഘികൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളും ബീഫും പൊറോട്ടയും കഴിക്കുമ്പോ പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല. എന്റെ ബീഹാറിലെ ചാണക സംഘി മാനേജറെ, ആ മലയാളിനോട് വന്നിട്ടാണ് നീ പറഞ്ഞത് ബീഫ് കഴിക്കാൻ പാടില്ലെന്ന്. നീ ഇപ്പോഴും ജീവനോടെ ഉള്ളതുണ്ടല്ല, ദൈവം നിന്നോട് കാണിച്ച എന്തോ ഒരു പുണ്യമായിട്ട് കരുതിക്കോട്ടെ നീ. എന്തായാലും ആ ബീഹാറി സംഘി മാനേജർ അവിടെ ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പാട് ആ കാനറ ബാങ്കിലുള്ള എല്ലാവരും ജാതി മത ഭേദമന്യേ ആ ബീഹാറി സംഘി മാനേജറുടെ അണ്ണാക്ക് കയറി വെടിപൊട്ടിച്ച് അപ്പം തന്നെ ഓൺ ദി സ്പോട്ട് തന്നെ കുറെ ബീഫും വാങ്ങിക്കൊണ്ടിട്ട് അവിടെ ബീഫ് ഫെസ്റ്റ് നടത്തി. ബീഫ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ബീഫ് ഫെസ്റ്റ്. ഈ സംഘി മാനേജർ മൂഞ്ചി പണ്ടരടങ്ങി. നമുക്കെന്തായാലും അതിന്റെ വാർത്തയിലോട്ടൊന്ന് പോയിട്ട് വരാല്ലേ, വാ. നമസ്കാരം. എറണാകുളം കാനറ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന് മുമ്പിൽ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം നടക്കുകയാണ്. ബീഫ് കഴിച്ച് പ്രതിഷേധം നടത്തുകയാണ്. ഈ ഓഫീസിനുള്ളിൽ ബീഫ് കഴിക്കരുത് എന്ന് റീജിയണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് കാനറ ബാങ്ക് ജീവനക്കാരുടെ ഇടയിൽ ഉയരുന്നത്. ബെഫിയുടെ നേതൃത്വത്തിൽ, അതായത് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ കാനറ ബാങ്ക് ജീവനക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഇവിടെ ഒരു വലിയ പ്രതിഷേധം നടത്തുന്നത്. ബീഫും പൊറോട്ടയും വിളമ്പിക്കൊണ്ട് അവർ അത് കഴിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. വലിയ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കാനറ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ ബെഫിയുടെ നേതൃത്വത്തിൽ കാനറ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ ബീഫ് കഴിച്ചുകൊണ്ടൊരു പ്രതിഷേധം നടത്തുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന റീജിയണൽ മാനേജർ അവരുടെ ഓഫീസർമാരോട്, ഇവിടെ ഓഫീസർമാർ മാത്രമേ ഉള്ളൂ, ഓഫീസർമാർക്കിടയിൽ BFI സംഘടന ഇല്ല, അവരുടെ അടുത്ത് ചെന്ന് ഈ മാനേജർ പറയുകയാണത്രേ ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല. ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നവരോട് അവിടെ ബീഫ് പണ്ടുപോലെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ബീഫ് എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിൽ അറിയാമല്ലോ. ബീഫ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പാടില്ല. ഇത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്കല്ലേ. ഭക്ഷണം എന്നുള്ളത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഈ റിപ്പബ്ലിക് രാജ്യത്ത്, റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ളത് അവനവന്റെ തീരുമാനമാണ്. ഞങ്ങളാരെയും നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുകയല്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ ബീഫ് കഴിച്ച് തന്നെ ഇതിൽ പ്രതിഷേധിക്കും. അദ്ദേഹം വന്നതിന് ശേഷം ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന ക്യാന്റീനിൽ എല്ലാ വിഭവങ്ങളും വിതരണം ചെയ്തുകൊണ്ടിരുന്നത്, നോൺ വെജിറ്റേറിയൻ ഉൾപ്പെടെ എല്ലാ വിഭവങ്ങളും വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഈ ക്യാന്റീനിൽ ഞാൻ വന്നതിന് ശേഷം ഇവിടെ ബീഫ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു പുതിയ ഉത്തരവ് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, കേരളത്തെ പോലൊരു സംസ്ഥാനത്ത്, കേരളത്തിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന എറണാകുളം പോലൊരു പട്ടണത്ത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാനറ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിൽ ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു ഉത്തരവിനെ അദ്ദേഹത്തിന് എങ്ങനെ ധൈര്യം ലഭിച്ചു എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഈ ശാലയ്ക്കുള്ളിൽ ഈ റീജിയണൽ ഓഫീസിന് മുന്നിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ മാനേജർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്രേ ഈ ബാങ്കിലെ മാനേജർമാരോ ഓഫീസർമാരോ ഒന്നും വാതിലിന് അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന്. നല്ല കാര്യമാണ്, കാരണം ബീഫ് എന്ന് പറയുമ്പോൾ പോത്തെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പോത്തിനെ കഴിക്കണ്ടെന്നാ പറയണേ. പോത്തിനെയൊക്കെ കഴിക്കാതെ നല്ല മനസ്സുള്ള ആളല്ല ആണെന്ന് മനസ്സിലായല്ലോ. സ്വഭാവം പോത്തിനെക്കാളും കഷ്ട. എന്നിട്ട് അയാൾ പറയാ പോത്തിറച്ചി കഴിക്കാൻ പാടില്ല. ആരാണോ തെരഞ്ഞെടുത്ത് പറയാനോട് അവകാശപ്പെടുത്തത്? ഇതിപ്പോ കാനറ ബാങ്ക് സ്റ്റാഫുകളും ബെഫിക്കാരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വിവരം നാളെ പത്രങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കാനറ ബാങ്കിന്റെ മുന്നിലേക്ക് നാളെ മുതൽ ചിലപ്പോ ബീഫ് ഫെസ്റ്റിവലിന്റെ നല്ല കളിയായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നത്. അങ്ങനെ നശിപ്പിക്കാൻ കൂട്ടി നിൽക്കില്ല തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിൽ ഇറക്കിയ ഉത്തരവ്, വാക്കാൽ നൽകിയ ഉത്തരവ് ഇപ്പോ ഈ ബാങ്കിന്റെ ഉള്ളിലുള്ള ഓഫീസർമാരോടൊക്കെ അദ്ദേഹം നടന്നു പറയുക
ആരെങ്കിലും പുറത്തുനിന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ക്യാന്റീനിൽ ബീഫ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ എനിക്ക് ഭക്ഷണം തന്നാൽ, അപ്പൊ അതിലൂടെ ബീഫിന്റെ ഗന്ധം എനിക്ക് വന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞത് സാറിന് ബീഫ് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും ബീഫ് വേണ്ട. അങ്ങനെ വേറൊരാൾ ബീഫ് കഴിച്ച പാത്രത്തിലോ അല്ലെങ്കിൽ ബീഫ് ഉണ്ടാക്കിയ പാത്രത്തിലോ നിനക്ക് കഴിക്കാൻ മടിയാണെങ്കിൽ എന്റെ ഉന്നത കുലിയനായ ബീഹാറി സംഘി, നീ നിന്റെ പൊരക്കുന്ന് പാത്രം എടുത്തിട്ട് കൊണ്ടുവരണടാ, എന്നിട്ട് അതിൽ നക്കി മുഞ്ചാ മതി നീ. ഞാൻ ഒന്നുകൂടി പറയുന്ന ബീഹാറി സംഘി, മലയാളി എന്ത് സഹിക്കും, എന്തും പൊറുക്കും, പക്ഷെ പൊറോട്ടയും ബീഫും അതിൽ തൊട്ട് നീ കളിച്ച നീ തീർന്നടാ, നീ തീർന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയത് നിന്റെ ഉത്തരേന്ത്യ സംഘികൾ എത്ര എണ്ണം കേരളത്തിൽ വന്നിട്ട് പ്രസംഗിക്കുന്നു, എന്നിട്ട് കേരളത്തിൽ എപ്പോഴെങ്കിലും അവർ വന്നിട്ട് അവരുടെ സംഘികളോട്, കേരളത്തിലെ ചാണക സംഘികളോട് ബീഫ് നിരോധിക്കണം, ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? അങ്ങനെ ഏതെങ്കിലും ഉത്തരേന്ത്യ സംഘി വന്ന് ഇവിടെ കേരളത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അന്ന് കേരളത്തിൽ BJP തീർന്ന്, പിന്നെ ഒരൊറ്റൊരുത്തം BJP ഉണ്ടാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു മനുഷ്യനും ബീഫും പൊറോട്ടയും കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതിന് സംഖ്യയല്ല, ചാണക സംഖ്യയല്ല, അതിലേറ്റവും വലിയ സംഖ്യയായാലും ശരി, അതില്ലാണ്ട് പറ്റൂല. പൊറോട്ടയും ബീഫും ഇല്ലാണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. എന്തായാലും അതിനെതിരെ പ്രതിഷേധിച്ച ആ സംഘടനക്ക് എന്റെ എല്ലാ അഭിവാദികളും. അങ്ങനെ തന്നെ വേണം. ഇനി അവൻ അധികം വർത്താനം പറഞ്ഞില്ലേ, അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ എവിടെയാന്ന് താമസിക്കുന്നത് അവിടെ പോയി ബീഫ് ഉണ്ടാക്കി കഴിക്കണം, അവന്റെ മുന്നിലിട്ട് തിന്നണം. അവന് കൊതി വരണം, കൊതി വന്ന് പണ്ടാറടങ്ങി തീരണം ആ പരനാറി ബീഹാറി. ഇവൻ ബീഫ് കഴിക്കൂല എന്ന് പറയുമ്പോൾ എനിക്ക് ആരെ ഓർമ്മ അറിയാം, കേരളത്തിലെ രണ്ട് സിനിമാ താരങ്ങളുണ്ട്. ഒന്ന് നമ്മളെ സുരേഷ് ഗോപി അണ്ണൻ, പിന്നൊന്ന് നമ്മളെ കൃഷ്ണകുമാറില്ലേ, നമ്മളെ നടി അഹാന കൃഷ്ണകുമാറിന്റെ അച്ഛൻ. ഇവര് രണ്ടാളും കുറച്ചു കാലം മുന്നേ പറഞ്ഞു നമ്മൾ ബീഫ് കഴിക്കാറേ ഇല്ല, ബീഫ് എനിക്ക് ഇഷ്ടമേ അല്ല എന്ന്. പക്ഷെ സുരേഷ് ഗോപിന്റെ അണ്ണാക്കിൽ അന്ന് തന്നെ വെടിപൊട്ടിനി. സുരേഷ് ഗോപി കുറച്ചു കാലം മുന്നേ പറഞ്ഞ വീഡിയോ അങ്ങ് ലീക്കായി പോയി. ആ വീഡിയോയിൽ സുരേഷ് ഗോപി എന്താ പറയുന്ന അറിയാം, ബീഫും പൊറോട്ടയും ഇങ്ങനെ കഴിക്കുമ്പോൾ ആ സുഖമുണ്ടല്ല വേറൊന്നിനും കിട്ടില്ല എന്റെ സാറേ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ലീക്കായതുകൂടി സുരേഷ് ഗോപി മൂഞ്ചി പണ്ടാരടങ്ങി. പിന്നെ ഈ കൃഷ്ണകുമാർ എന്താ പറഞ്ഞറിയാം, ഞാനോ എന്റെ വീട്ടിലുള്ളവരോ ബീഫ് കഴിക്കാറില്ല, ബീഫ് കൈ കൊണ്ട് തൊടാറില്ല എന്നാണ്. പക്ഷെ ഈ കൃഷ്ണകുമാറിന്റെ മകൾ ആന കൃഷ്ണകുമാർ എന്താ പറഞ്ഞറിയാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബീഫും പൊറോട്ടയെന്നാണ്. അതോടെ കൃഷ്ണകുമാറും മൂഞ്ചി. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്ന, ബീഹാറിന്ന് കള്ളപ്പയറ്റം പഠിച്ചു വന്ന കള്ള ബഡുവൻ ബീഹാറി സംഘി ബ്ലഡി ഫുൾ ഇന്ന് തന്നെ അറിയിക്കൊള്ളണം കേരളത്തിന്റെ അംഗത്തെട്ടെന്ന്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ബീഫും പൊറോട്ടയും നിന്റെ അന്ത്യം കുറിക്കും. നിന്റെ അന്ത്യം കുറിക്കുന്ന പറഞ്ഞാൽ നിന്റെ അന്ത്യം കേരളത്തിലെ സംഘികൾ തന്നെ കുറിക്കും. പിന്നെ കുറെ ചാണക സംഘികൾ ഈ വീഡിയോന്റെ എല്ലാ അടിയിൽ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. അങ്ങനെയാണ് മുസ്ലിങ്ങളോട് പന്നി കഴിക്കാൻ പറ എല്ലാ ചാണക സംഘികളെ. മുസ്ലിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചൊരു ബീഫ് കഴിപ്പിച്ചിട്ടുണ്ടാ? നിങ്ങൾ ചാണക സംഘികൾ വേണമെങ്കിൽ നക്കി മുഞ്ചാ പോരെ, നിങ്ങൾക്ക് ഈ സാധനം നക്കി മുഞ്ചും വേണം, എന്നിട്ട് അതിനെ കുറ്റവും പറയും വേണം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനോട് നീ ബീഫ് കഴിച്ചേ പറ്റൂന്ന് എവിടെയും പറഞ്ഞില്ല. മലയാളിക്ക് ബീഫിനോടുള്ള ഇഷ്ടം കൊണ്ട് മലയാളി കഴിക്കുന്നതാണ്. അതുകൊണ്ട് മലയാളി അന്തസ്സോടുകൂടെ തന്നെ പറയും, ബീഫും പൊറോട്ടയും അത് തൊട്ട് ഏതെന്നറിയാൽ ശരി, അത് ബീഹാറിന്ന് വന്ന പരനാറിയായാലും ശരി, അതിൽ തൊട്ട് കളിക്കണ്ടെന്ന്. അതുകൊണ്ട് ആരും കാണാതെ ബീഫിലുള്ള ഉള്ളി മാത്രം തിന്ന ഉള്ളി സുരേന്ദ്രന്റെ അനുയായികൾ അറിയാൻ വേണ്ടി, നിങ്ങൾ ആരും കാണാതെ ഒളിച്ചു നിന്ന് ബീഫ് നക്കി മൂഞ്ചുന്നത് മലയാളിക്ക് അറിയാഞ്ഞിട്ടല്ല. മലയാളി പിന്നെ ബീഫല്ലേ പൊറോട്ടയല്ലേ വെച്ച് വെറുതെ വിടുന്ന. അതുകൊണ്ട് ഈ ഉത്തരേന്ത്യ സംഘിനിയും ഉത്തരേന്ത്യ സംഘികളെയും നിങ്ങൾ തന്നെ നിലക്കീർത്തിക്കോ. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ ഒന്നുകൂടി പറയുന്ന, നാളെ ഞായറാഴ്ചയാണ്, പോയിട്ട് നല്ല ബീഫും നല്ല പൊറോട്ടയും വാങ്ങി വയറ് നിറച്ചങ്ങോട്ട് കഴിക്കുക. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.